ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ പാചകങ്ങളും വിശേഷങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ വീടിന് പുറകു വശത്ത് ഇന്നലെ പെരുമ്പാമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു. രാത്രിയായിരുന്നു കേട്ടോ, 10:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അയലത്തെ വീട്ടുകാരാണ് കണ്ടത്. പിന്നെ എല്ലാവരും ഇറങ്ങി നോക്കുന്ന ടൈമിന് അത് എങ്ങോട്ട് പോയെന്നൊന്നും നമ്മൾ കണ്ടില്ല കേട്ടോ. ശരിക്കും ഞങ്ങൾ കണ്ടില്ല, തൊട്ടടുത്ത വീട്ടുകാർ കണ്ടു. ഇടയ്ക്കൊരു പെരുമ്പാമ്പിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു, ഫോറസ്റ്റുകാർ ഒന്ന് കൊണ്ടും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കണ്ടു. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് കാട് കയറി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ തൊഴിലുറപ്പ് 2 വർഷം കൊണ്ട് ചെയ്യുന്നില്ല, അത് കാരണം നല്ല കാടായിട്ടുണ്ട്. അപ്പോൾ എന്താ അവിടെ ഇങ്ങനെ മരുന്നടിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇതങ്ങ് കരിഞ്ഞു പോകുമല്ലോ, അത്രയ്ക്ക് കാട് കയറി കിടക്കുകയാണ്. അപ്പോൾ പന്നി കാരണം രാത്രി ഒരു നിവൃത്തിയില്ല കേട്ടോ. പന്നി ഇറങ്ങി പിന്നെ പട്ടിയും ഒക്കെ ആയിട്ട് ഭയങ്കര ബഹളമാണ് രാത്രി ആകുമ്പോഴത്തേക്കും. ഇതിപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഭയങ്കര പട്ടി ഉരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പന്നി ഇറങ്ങിയതായിരിക്കും, പക്ഷെ അല്ലായിരുന്നു കേട്ടോ. പെരുമ്പാമ്പിനെ കണ്ടിട്ടാണ് പട്ടി ഉരച്ചത്. അങ്ങനെ ദേ നമ്മളിനി അടുക്കള വിശേഷങ്ങളിലേക്ക് പോകുവാണേ. അപ്പോൾ നമ്മൾ 2 ദിവസം മുന്നേ നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നെല്ലിക്ക കഴുകി ഒന്നിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നന്നായിട്ടൊന്ന് വരഞ്ഞ് ഒന്ന് കഴുകി വരഞ്ഞ് അതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. മുളകൊക്കെ ഇതിൽ നിന്ന് എടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ വെള്ളം കുടിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഞാനും അനിയത്തി ഇങ്ങനെ മാറി മാറി കുറച്ച് വെള്ളമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഞങ്ങൾ ഇച്ചിരി ഒന്ന് വെള്ളം ഒന്ന് വാട്ടിയെടുക്കും, വീണ്ടും അതിലേക്ക് ഒഴിക്കും. അങ്ങനെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അധികം ഇരിക്കത്തില്ല. ഇവിടെ അച്ചാറാണെങ്കിലും ഉപ്പിലിട്ടതാണെങ്കിൽ പിന്നെ ഒട്ടും ഇരിക്കത്തില്ല, പെട്ടെന്ന് തീർന്നു പോകും. ഇന്നൊരുപാട് താമസിച്ചിട്ടാണ് എൻ്റെ അടുക്കള ജോലിയെല്ലാം ഒതുങ്ങിയത്. കാരണം വിറക് പറക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു, അടുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് വിറക് അവിടെ കുന്നുകൂടി ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ കൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് ഇതുങ്ങൾ എവിടെയെങ്കിലും കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല. അതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി അടുക്കി പറക്കി വെക്കണമായിരുന്നു. പിന്നെ അവിടെ എവിടെയൊക്കെ ഒന്ന് പോയിട്ട് വന്നപ്പോഴത്തേക്കും താമസിച്ചു എന്ന്. അതൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് ഇന്ന് വീഡിയോ നമ്മുടെ എന്നും വരുന്ന ടൈമിനല്ലായിരിക്കും വീഡിയോ വരുന്നത്. അപ്പോൾ എപ്പോഴായാലും നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ അങ്ങ് ലൈക്ക് അടിച്ചേക്കണം കേട്ടോ. നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുന്നത്. അപ്പോൾ മറന്നു പോകല്ലേ. അപ്പോൾ ഇന്നത്തെ മീനെന്ന് പറയുന്നത് കുഞ്ഞു മത്തിയായിരുന്നു കേട്ടോ, കുഞ്ഞു ചാള. അതായത് നമുക്ക് തോരനൊക്കെ വെക്കാൻ പറ്റിയ, പീര വറ്റിക്കാൻ പറ്റിയ മീനാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ചെറിയ മീനാണേ, കുഞ്ഞിതായിരുന്നു കേട്ടോ. ഇതിപ്പം വീഡിയോയിൽ കുറച്ചും കൂടെ വലുതായിട്ട് തോന്നുന്നുവെങ്കിലും നല്ല ചെറുതാണ്. കുറച്ചുകൂടി വലിയ ചാളയാണെങ്കിൽ നമ്മളിങ്ങനെ നുറുക്കി ഇടേണ്ടി വരും. ഇതങ്ങനെ ഇല്ല, കുറച്ച് നെത്തോലിയുടെ കുറച്ചും കൂടി വലിപ്പം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തിരുമ്മി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമ്മുടെ മീനിനെ ഇവിടെ കുളിപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ചാറ് കറിയും കൂടെ വെക്കണം. കാരണം പീര വറ്റിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ തികയത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഒഴിച്ച് കറിയും കൂടെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളേ. അപ്പോൾ മീനൊക്കെ ഇവിടെ കഴുകി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വിചാരിക്കുന്നു കുറച്ച് പരിപ്പൊക്കെ ഇട്ടിട്ട് ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇടാതെ ഒരു സാമ്പാർ. എന്നാൽ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത സാമ്പാറാണ് ടേസ്റ്റ്. അപ്പോൾ അതെങ്ങനെയാണെന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനത് വേറൊരു വീഡിയോ എനിക്ക് എൻ്റെ കൂട്ടുകാർ ഷെയർ ചെയ്ത് തന്നിട്ട് ഞാനത് കണ്ടിട്ടുള്ള ഒരു സാമ്പാറാണിത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് വാട്ടർ റോസാണ് കേട്ടോ. വാട്ടർ റോസ് ഞാൻ ആദ്യമായിട്ടാണ് വാട്ടർ റോസിനെ പറ്റി കേൾക്കുന്നത് തന്നെ. എനിക്ക് അടുത്ത വീട്ടുകാർ തന്നതാണ് കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെക്കേണ്ടതാണ്. പക്ഷേ ഞാനിപ്പോൾ ഒരു ചട്ടിയല്ല, ഒരു വേസ്റ്റ് പാത്രമുണ്ട്, അതിൻ്റെ അകത്തിട്ട് വെച്ചേക്കുവാണ്. ഇനി വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഇറക്കി വെക്കണം. മീനൊക്കെ അവിടെ തേച്ച് കഴുകി വെച്ചിട്ട് നിങ്ങൾ എന്താണ് ഈ ചെടികൾ കാണിക്കുന്നതെന്ന് വിചാരിക്കരുത്. ഞാൻ കറിവേപ്പില നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഒന്ന് എടുത്ത് കളയാമല്ലോ എന്ന് കരുതിയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ചെടികളൊക്കെ, എങ്ങനെയുണ്ട്? വെറൈറ്റി ആയിട്ടില്ലേ? ഒന്നും വെറൈറ്റി ഇല്ല കേട്ടോ. അതെല്ലാം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കിട്ടിയ ചെടികളെല്ലാം അങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നതാണ്. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ, നിറച്ച് പൂവിട്ടിട്ടുണ്ടേ.
അപ്പോൾ ഇതെന്താണ് ഇതിന് വീഡിയോയുടെ ഇടയ്ക്ക് തന്നെ നിങ്ങൾ ഈ പൂക്കളും ചെടികളും ഒക്കെ കാണിക്കുന്നതെന്ന് വിചാരിക്കട്ടെ. ഞാൻ കറിവേപ്പില എടുക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാണ്. അപ്പോൾ നിൽക്കുന്നത് പൂക്കളൊക്കെ നിറയെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു രസം, അങ്ങനെ അങ്ങ് വീഡിയോ എടുത്തതാണ് കേട്ടോ. 2 ദിവസം തണുപ്പാണെങ്കിൽ ഇപ്പം നല്ല ചൂടായിട്ടുണ്ട്, നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു, കഴുകിയിട്ടു. എല്ലാവരും ചെയ്യുന്നത് പോലുള്ള പതിവ് ജോലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ, ഇനിയിപ്പോൾ നമ്മൾ തോരൻ വെക്കാനായിട്ട് പോകാം കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, നല്ല എനിക്കിപ്പോൾ ഇത് അടുത്ത സമയത്ത് കിട്ടിയിട്ടുള്ള ചെടികളാണ് കേട്ടോ. അതിലെല്ലാം അങ്ങനെ ഓരോരോ പൂക്കൾ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി ചാള തോരൻ വെക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കൊച്ചുള്ളി, കുറച്ച് വെളുത്തുള്ളി, മഞ്ഞൾ, പച്ചമുളക്. അപ്പം മുളക് പൊടി ഒരുപാട് ചേർക്കണ്ട, പീര പറ്റിക്കുന്നതിൽ പച്ചമുളകിൻ്റെ എരിവാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു നുള്ളു മുളക് പൊടി, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരു നുള്ളു മുളക് പൊടി. ഇനി ഇതൊന്ന് ഒതുക്കിയെടുത്താൽ മതി, ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ്, ചതച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പും കുറച്ച് പുളിവെള്ളം ചേർത്താൽ മതി കേട്ടോ. കുടംപുളി ഉണ്ടെങ്കിൽ ഒരു കീറിട്ട് കൊടുത്താൽ മതി കേട്ടോ, ഒരു പീസ് അങ്ങാണ് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് പുളി വേണ്ട, നമ്മൾ പീര പറ്റിക്കുന്നതിലേക്ക്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, 2-3 കൊച്ചുള്ളി, ഇത്രയും മതി. ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കൈ കൊണ്ട് തിരുമ്മി കൊടുത്തിട്ട് ലേശം നമ്മൾ ആ അരച്ചിട്ടുള്ള ജാറുണ്ടല്ലോ മിക്സിയുടെ, അതിൽ ശകലം വെള്ളം ഒന്ന് കഴുകി അങ്ങ് ഒഴിച്ച് കൊടുത്ത് അങ്ങ് അടച്ച് വെച്ചാൽ മതി. നന്നായിട്ട് അതിൻ്റെ അകത്തിരുന്ന് ആവി കയറി അങ്ങ് വെന്തോളും. ആ ടൈമിന് ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. പരിപ്പ് പെട്ടെന്ന് പീര പറ്റിക്കുന്നത്, ഞാൻ പെട്ടെന്ന് പീര പറ്റിച്ചാൽ മതി, നല്ല ചെറിയ മത്തിയല്ലേ, അതുകൊണ്ട് പീര പറ്റിച്ചാൽ മതി എന്ന് കരുതിയിട്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കറി വെക്കണമല്ലോ, അപ്പോൾ പെട്ടെന്ന് പരിപ്പ് എടുത്തു. ഇല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെക്കാമായിരുന്നു. പരിപ്പെടുത്തു, അതിലേക്ക് ഒരു സവാള, ഒരു തക്കാളി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ഒക്കെ ഇട്ടിട്ട് കുക്കറിലോട്ട് അടച്ച് വെച്ചിട്ട് അങ്ങ് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ പീര നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി മീനൊക്കെ വെന്ത് ഒരു തുള്ളി പോലും വെള്ളമില്ല കേട്ടോ. ആ ടൈമിൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉലുവ പൊടിച്ചത്, കുറച്ച് ഉലുവയുടെ പൊടിയും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടി നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചില്ലേ, ആ ടൈമിൽ ഇട്ട് കൊടുത്താലും മതി. ഞാൻ ആ സമയം മറന്നു പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഉലുവയുടെ പൊടിയും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കുത്തി ഇളക്കരുത്, അതിൻ്റെ മൂട് വെച്ചിട്ടൊന്ന് കറക്കി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ പീരയുടെ കാര്യം അവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് കുക്കറിൽ നമ്മുടെ പരിപ്പൊക്കെ ഏകദേശം വെന്ത് കിടപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് താമസിച്ചാണ് ജോലി നടന്നത് തന്നെ. അതുകൊണ്ട് വാപ്പ ചോറിനാൻ വന്നിരുന്നപ്പം എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് സാമ്പാറാക്കി ഒരു പകുതി, കാരണം പരിപ്പ് കുറച്ചും കൂടെ കുതിർത്ത് വെച്ചിരുന്നുവെങ്കിൽ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടിയാനായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് വേവാൻ വേണ്ടി കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് കുക്കർ അടച്ചത്. എന്നാലും കുറച്ചും കൂടി വേവാനായിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതുപോലെ കിടന്നതേ. അപ്പോൾ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, 5-6 കൊച്ചുള്ളി, 2-3 വെണ്ടയ്ക്ക ഉണങ്ങി വാടിക്കരിഞ്ഞതാണ് കേട്ടോ. അത് പിന്നെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി അതും കൂടി ഞാനൊന്ന് എണ്ണയിൽ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, നമ്മൾ സാമ്പാറിന് ആവശ്യമുള്ള മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് ഒന്ന് ചൂടാക്കി അതിലേക്ക് ലേശം പുളിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അത് നമ്മൾ കുക്കറിലോട്ടങ്ങ് തട്ടി കൊടുത്തു. അതായത് നമ്മൾ പരിപ്പൊക്കെ വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് തട്ടി കൊടുത്ത് മിക്സാക്കി എടുത്തു. കുറച്ച് മല്ലിയിലയും കൂടെയൊക്കെ ഇട്ട് കേട്ടോ. പിന്നെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ പീര വറ്റിച്ചതും, പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് ചമ്മന്തിയും കൂടെ അരച്ചു. കുറച്ച് പച്ചമുളകും വെളുത്തുള്ളി അല്ലല്ലോ, കൊച്ചുള്ളിയും ഒരു ഇച്ചിരി പുളിയും ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഈ നെല്ലിക്കയും ഈ പച്ചമുളകുമാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു ഇന്നത്തെ ഉച്ചയൂണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും സപ്പോർട്ട് ചെയ്യാതെ, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ കാണാം. അസ്സലാമു അലൈക്കും. ടാറ്റാ.